റോഡുകൾക്ക് ഇരുവശവും ധാരാളം ചെടികൾ നട്ട് വളർത്തിയിട്ടുള്ളത് കൊണ്ട് കാണാൻ നല്ല ഹരിതഭംഗി തോന്നുന്നുണ്ട്. ഈ റോഡുകൾക്ക് ഇരുവശവും എല്ലാം ചെറിയ ചെറിയ വീടുകളും ഈ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം കുറച്ച് ഏറെ വീടുകളുള്ള സ്ഥലങ്ങളായിരിക്കും ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ ഹമ്പ് പോലെയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഹമ്പ് പോലെയല്ല, ചെറിയ ഒരു 7-8 ചെറിയ ഹമ്പുകൾ പോലെ വെള്ള പെയിൻ്റൊക്കെ അടിച്ച് അത് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും. സ്പീഡ് കുറയ്ക്കാനായാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ സ്പീഡ് വളരെ കുറച്ച് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നതുമാണ്. ഈ സ്ഥലങ്ങളിൽ ആൾക്കാർ റോഡ് മുറിച്ച് കിടക്കുന്നതുണ്ടാവും, മൃഗങ്ങളെല്ലാം റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടാവും. അതുപോലെ ചെറിയ സൈക്കിള്, ചെറിയ 2 വീലറെല്ലാം റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടാവും. മൃഗങ്ങൾ എല്ലാം ക്രോസ് ചെയ്യുന്ന സ്ഥലം കൂടെയാണത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ സ്പീഡ് കുറച്ച് പോകേണ്ടതുണ്ട്. ഈ മുകളിലൂടെ ഒരു ഇലക്ട്രിക് ലൈനുകളും നമുക്കിവിടെ കാണാൻ കഴിയില്ല. കാരണം അതെല്ലാം അണ്ടർലൈനായിട്ട് ചെയ്തിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെന്ന പോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ആ ഇടത് സൈഡിൽ കാണുന്നത് സർവീസ് റോഡാണ്. ആ സർവീസ് റോഡിലേക്കും ഈ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നുള്ള അടുത്ത ലൈറ്റ് അതിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ റോഡ് താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് ആ ലൈറ്റ് കുറച്ച് താഴ്ത്തി തന്നെയാണ് വെച്ചിരിക്കുന്നത്. സർവീസ് റോഡ് കഴിഞ്ഞു. മുകളിലൂടെയുള്ള ഒരു ലൈനുകളും ഇവിടെ എങ്ങും കാണാൻ കഴിയില്ല. ഇത് NH 65 പൂനെ ഹൈവേ ആണിത്. ഇവിടെ നിന്ന് പോകുമ്പോൾ ധാരാളം കണ്ടെയ്നർ ലോറികൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടെയ്നർ ലോറികൾ മാത്രമല്ല, കരിമ്പിൻ കയറ്റിക്കൊണ്ടു പോകുന്ന വണ്ടികൾ, ട്രക്കുകൾ, വലിയ ട്രക്കുകൾ, അതുപോലെ പല തരത്തിലുള്ള വണ്ടികൾ നമുക്ക് കാണാൻ കഴിയും. 2 സൈഡിലും ധാരാളം കൃഷിഭൂമികൾ ഉണ്ട്. ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഈ കാണുന്ന ഈ സ്ഥലത്തൊക്കെ നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് റെസ്റ്റ് എടുക്കാൻ സാധിക്കും. പിക്നിക്കിനൊക്കെ ആൾക്കാർ വരുന്നത് പോലെ ഈ NHൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുക, കാപ്പി കഴിക്കുക, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വലത് സൈഡിൽ ഡിവൈഡറിൽ പിടിച്ച് നിൽക്കുന്ന ഈ മരങ്ങൾ പൂക്കളെല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. പൂക്കളെല്ലാം ഉള്ള ഇത് ചെടികൾ കൊണ്ടാണ്. ഇത് എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തോന്നും. കാരണം ബ്രൈറ്റ് ഇട്ടുകൊണ്ട് മാത്രം വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ ചിലർ ബ്രൈറ്റ് ഡിമ്മാക്കില്ല. അത് ഡിമ്മാക്കാതിരിക്കുമ്പോൾ മറ്റ് വാഹനം ഓടിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർ ചിന്തിക്കുന്നേ ഇല്ല. അവരവരെ കാര്യം മാത്രം നോക്കി ഓടിക്കുന്നത് തെറ്റായ ഒരു പ്രവണത കൂടിയാണത്. എല്ലാവരും ഡിമ്മാക്കി ഓടിക്കുക. അത്യാവശ്യം സമയത്ത് മാത്രം ബ്രൈറ്റ് ആക്കുക. ഈ ബ്രൈറ്റ് ആക്കി കൊടുക്കുന്നത് എതിരെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ബ്രൈറ്റ് ആണെന്ന് ഉള്ള കാരണത്താൽ തന്നെ ഡിമ്മും ബ്രൈറ്റും അടിച്ച് കാണിക്കുന്ന ആൾക്കാർക്ക് അത് എന്തിനാണെന്ന് പോലും നോക്കാതെ വീണ്ടും ബ്രൈറ്റ് ഇട്ട് തന്നെ തുടരുന്ന ആൾക്കാരും കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് ഇത് പറയേണ്ട കാര്യമില്ല. ഇതറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട വസ്തുതയാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നല്ല കാഴ്ച ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കാഴ്ച കിട്ടുന്നതിന് ബ്രൈറ്റ് ഇട്ട്, പ്രത്യേകിച്ചും സിറ്റികളിലൊന്നും നമ്മൾ ബ്രൈറ്റ് ഇട്ട് പോകേണ്ട കാര്യമില്ല. നല്ല വെട്ടം കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും. ആ വെട്ടം കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവിടെ പോലും ബ്രൈറ്റ് ഡിമ്മാക്കാതെ പോകുന്ന ഡ്രൈവർമാർ ചെയ്യുന്നത് വളരെ ദ്രോഹം തന്നെയാണ്. നീളമുള്ള വലിയ പൈപ്പുകൾ കൊണ്ടുപോകുന്ന വലിയ ലോറികൾ, ട്രക്കുകൾ കാണാൻ പറ്റും, ട്രെയിലറുകൾ. ഈ വാഹനങ്ങളിൽ 2 ട്രാക്കാണുള്ളത്. ഒന്ന് വലത് സൈഡിൽ സ്പീഡ് ട്രാക്കും, ഇടതിൽ സ്പീഡ് അല്പം കുറഞ്ഞ് നമ്മൾ പോകേണ്ട മീഡിയം സ്പീഡുള്ള ട്രാക്കുമാണത്. അപ്പോൾ ഈ വലിയ കണ്ടെയ്നർ ലോറികളെല്ലാം ഈ വലത് സൈഡ് ചേർന്ന് പോകുന്നത് ഈ ചെറിയ വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സ്പീഡിൽ പോകാൻ പറ്റുന്ന കാറുകൾ, അതുപോലെയുള്ള വണ്ടികൾക്ക് ഇവർ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം വലത് സൈഡിൽ കൂടെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ അങ്ങ് പൊയ്ക്കൊള്ളും. ഈ സ്പീഡ് കുറഞ്ഞു പോകേണ്ടത് ഇടത് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു സൗകര്യമായിരിക്കും. റോഡിൽ ഒരു നല്ല ഡ്രൈവിംഗ് കൾച്ചർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരാരും അത് ചെയ്യത്തില്ല. വലത് സൈഡ്
സ്വന്തമായി ഏറ്റെടുത്ത് അങ്ങനെ അങ്ങ് പോവുകയാണ് സാധാരണ പതിവ്. ആട്ടോക്കാർ, സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരെല്ലാം, ടു വീലർ യാത്ര ചെയ്യുന്നവരെല്ലാം ഇടത് സൈഡിൽ കൂടെ മാന്യമായി പോകുന്നുണ്ട്. പക്ഷേ ട്രാൻസ്പോർട്ട് ബസ്സിനെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ പരിമിതി മൂലം അവർക്ക് എളുപ്പം പോകേണ്ടതുണ്ട്. അത് നല്ല സ്പീഡിലുമാണ് പോകുന്നത്. അതുകൊണ്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതാനും. സൈക്കിളിൽ പോകുന്നവർ, സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാർ, ഓട്ടോറിക്ഷക്കാർ എല്ലാം ഇടത് സൈഡിലൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ടെയ്നർ ലോറികൾ നല്ല സ്പീഡിൽ പോകുന്നത് ഈ ഫാസ്റ്റ് ട്രാക്കിലൂടെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വളരെ പതുക്കെ പോകുന്ന വാഹനങ്ങൾ ഇടത് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതിൽ എത്രത്തോളം ഏതാണ് ശരി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് 2 വരിയുള്ള വൺ വേ റോഡുകളാണിത്. 2 വരി പാതയുള്ള വൺ വേ റോഡ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈ ഓവറും കാണാൻ കഴിയും. കാരണം വലിയ ഒരു ഗ്രാമം എത്തിക്കഴിയുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായി ഫ്ലൈ ഓവർ ചെയ്യുന്നൊരു പതിവുണ്ട്. ഇതൊരു വലിയ സ്പീഡ് ലിമിറ്റ് ആയി ചെയ്യേണ്ട ഒരു വലിയ ജംഗ്ഷനാണത്. അവിടെ വളരെ സ്പീഡ് കുറച്ച് പോകേണ്ടതുണ്ട്. റോഡുകൾ മുറിച്ച് കിടക്കാനായി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും. മൃഗങ്ങൾ, ചെറിയ വാഹനങ്ങൾ, ടു വീലർ, സൈക്കിൾ, സ്കൂട്ടർ അങ്ങനെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ, മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ നിന്ന് ക്രോസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ്, വളരെ സ്പീഡ് കുറച്ചാണ് എല്ലാവരും ആ സ്ഥലത്ത് പോകുന്നത്. ഒരു സ്പീഡ് ബ്രേക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ച്, പോലീസിൻ്റെ ബാരിക്കേഡാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് 2 സൈഡിലും കൃഷി സ്ഥലങ്ങൾ കാണാൻ കഴിയും. മരങ്ങൾ ഒരുപാട് നിൽപ്പുണ്ട്. കൃഷിസ്ഥലത്തിൽ ഇറങ്ങി തന്നെ ഒരുപാട് മരങ്ങൾ. വലിയ കൃഷി പാടങ്ങളിൽ ഇടയ്ക്ക് ചെറിയ മരങ്ങളല്ല, അല്പം തണൽ കിട്ടുന്ന വലിയ വലിയ മരങ്ങൾ അങ്ങിങ്ങായി നിൽപ്പുണ്ട്. ഈ കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് ക്ഷീണിച്ച് ഒന്ന് വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം ഏകദേശം ഒരു പകുതി ദൂരം എത്താറായപ്പോഴുള്ള ഒരു സ്ഥലമാണ് ഹുംനാബാദ്. ആ ഹുംനാബാദിലേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മൾ ഈ കാണുന്നത്. 3 വരി പാതയുള്ള വൺ വേ റോഡിൽ കൂടെയാണ് നമ്മൾ പോണത്. 3 വരി പാതയുള്ള വലിയൊരു ബ്രിഡ്ജും നമ്മൾ കണ്ടായിരുന്നു മുകളിൽ. അതിനടിയിൽ കൂടെ വന്ന് നമ്മൾ നേരെ ഇവിടെ കരുതി 2 ഇടത് സൈഡിൽ കൂടെ സർവീസ് റോഡ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജിൽ നിന്നുള്ള സർവീസ് റോഡ് ആവാനാണ് സാധ്യത. വളരെ തിങ്ങി ഞെരുങ്ങിയ വളരെ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹുംനാബാദ്. ഇവിടെ വാഹനങ്ങൾക്ക് സ്ഥലപരിമിതി മൂലം ചിലപ്പോൾ വൺ വേ ട്രാഫിക്കുകളിലെല്ലാം വളരെ നിയമം പാലിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഞെരുങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഓട്ടോറിക്ഷയിൽ കൊള്ളുന്ന ആൾക്കാർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, നാട്ടിൽ ഒരു ഓട്ടോറിക്ഷയിലും മാക്സിമം 3 പേരാണ് പോകുന്നത്. ഇവിടെ പുറകിലെല്ലാം ആൾക്കാർ കയറിയിരുന്ന് ധാരാളം ആൾക്കാർ പോകുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണ കൂലിപ്പണിക്കാരൊക്കെയാണ്. അവർ ചെറിയ വേതനത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ടാക്സി ആയിട്ടിത് പ്രയോജനപ്പെടുന്നതാണ്. നമ്മൾ ഒരു 100 രൂപ കൊടുത്തൊരു സ്ഥലത്ത് പോകുന്നത് അവരൊരു 5 ആൾക്കാർ 20 രൂപ കൊടുത്ത് പോകും. അങ്ങനെയുള്ള രീതിയാണ്. അത് ഗുജറാത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. 11 kV ലൈനുകൾ പോലും ഇവിടെ ഞാൻ ഈ മെയിൻ റോഡിൽ NH65 നമ്മൾ ഒന്നും കാണാൻ സാധിക്കുന്നതല്ല. മുകളിൽ കൂടെയുള്ള ഒരു ലൈനുകളും ഇവിടെ അനുവദിക്കുന്നതല്ല. എല്ലാം അണ്ടർ ഗ്രൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡിലേക്ക് വേണ്ടി പ്രത്യേകം സ്ട്രീറ്റ് ലൈറ്റും അതിൽ തന്നെ പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. 2 സൈഡിലും ബാരിക്കേഡ് ഉണ്ട്. സർവീസ് റോഡ് വന്ന് കയറുന്ന അതാണ് ആ ടാങ്കർ ലോറി നമ്മൾ കണ്ടത്. സർവീസ് റോഡിൽ നിന്നും വന്ന് ഈ NH റോഡിലേക്ക് വന്ന് കയറുന്ന റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ സാങ്കേതിക മികവോടെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലിയ ടാങ്കർ ലോറികളാണ് കാണാൻ കഴിയുന്നത്. നാട്ടിൽ കാണുന്നത് പോലെയുള്ള ചെറുതല്ല, അതിൽ നിന്നും വലുതാണെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. റോഡ് ചില സ്ഥലത്തെത്തുമ്പോൾ ഭയങ്കര വിജനമായിട്ട് ആണ് കിടക്കുന്നത്. റോഡിൻ്റെ ക്വാളിറ്റി അത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ചെറിയ പൊട്ട് പോലും, ഒരു കുഴിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ക്രാച്ചോ പോലും റോഡിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത.
GCC രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള അതീവ ഗുണനിലവാരമുള്ള റോഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഒരു ചെറിയ മെയിൻ്റനൻസ് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അവരത് പരിഹരിച്ച് വാഹനങ്ങൾക്ക് ഒരു സൈഡ് ഒഴിച്ചു വിട്ടിട്ട് ആ ജോലി ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും വാഹനങ്ങൾക്ക് അതിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഈ അടുത്ത സമയത്ത് വീണ്ടും മെയിൻ്റനൻസ് ചെയ്ത റോഡാണ്. ഞാൻ ഇതിൻ്റെ പണി നടക്കുമ്പോൾ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഈ രണ്ട് വൺ വേയിലുള്ള ഈ രണ്ട് റോഡ് ഒരു സൈഡിൽ അവർ ബാരിക്കേഡ് ചെയ്ത് പകുതി ജോലി ചെയ്യുന്നു, പകുതി